ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ, പ്രത്യേകിച്ചും സ്പോക്കൺ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഫോർമാലിറ്റീസ് ആൻഡ് മാനേഴ്സ് ആണ്. ഇത് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളതാണ്. അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ, വെക്കേഷൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഇടുക, നമ്മുടെ നമ്പറിലേക്ക് വിളിക്കുക, വാട്സ്ആപ്പ് ചെയ്യുക. അതിൽ 20 കുട്ടികളുള്ള ഒരു ബാച്ചിൽ നമ്മൾ അതിൽ ഫ്രീ ആയിട്ടൊരു ടൂർ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫോറിനേഴ്സ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു അസുലഭ അവസരവും അതിനോടൊപ്പം ഉണ്ട്. കൂടുതൽ വിശേഷങ്ങളിലേക്ക് വീഡിയോ കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇത് ആഫ്റ്റർ യു. ആഫ്റ്റർ യു എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. എപ്പോഴാണ് ആഫ്റ്റർ യു ഉപയോഗിക്കുക? നമ്മളൊരു ലൈനിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു പ്രായമായ ഒരു സ്ത്രീ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പൊ നമ്മള് അവർക്ക് അല്ലെങ്കിൽ ആന്റിയോട് അല്ലെങ്കിൽ അങ്കിളിനോട് കേറി നിന്നോളൂ എന്ന് പറയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം ആഫ്റ്റർ യു. അപ്പൊ അവർക്ക് ശേഷം നമ്മൾ നിന്നോളാം എന്നുള്ള മീനിങ് ആണ് ആഫ്റ്റർ യു. ആഫ്റ്റർ യു. ഓക്കെ, നിങ്ങൾ ചില ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആഫ്റ്റർ യു. അപ്പൊ അവരെ നമ്മൾ മുന്നിലേക്ക് കയറ്റാണ് ആഫ്റ്റർ യു എന്നുള്ള രീതിയിൽ. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. രണ്ടാമത്തേതാണ് അലോ മീ. അലോ മീ എന്ന് പറയുന്നത് നമുക്കൊരു ഹെൽപ്പ് മറ്റുള്ളവർക്ക് ചെയ്യാനായിട്ട് അവരുടെ അനുവാദം ചോദിക്കുന്നതിനെയാണ് നമ്മൾ അലോ മീ എന്ന് പറയും. അപ്പൊ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാണ്? അതാണ് ഇംഗ്ലീഷിന്റെ ഒരു എപ്പോഴും ഒരു ആദിത്യ മര്യാദകൾ കൊണ്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. അപ്പൊ പ്ലീസ് അലോ മീ ടു ഹെൽപ്പ് യു. താങ്കളെ സഹായിക്കാൻ എന്നെ അനുവദിച്ചാലും. അപ്പൊ അതാണ് അലോ മീ എന്ന് പറയുന്നത്. ഈ മൂന്നാമത്തെ എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ബസ്സിൽ നിൽക്കുന്നു, കുറെ ആൾക്കാർ ഫ്രണ്ടിൽ നിൽക്കുകയാണ്, നമുക്ക് ഉള്ളിലേക്ക് കയറി പോകണം, നമുക്ക് അങ്ങോട്ട് കയറി പോകാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് അങ്ങോട്ട് മാറും ഇതിന് പകരം എക്സ്ക്യൂസ് മീ. അപ്പൊ എക്സ്ക്യൂസ് മീ അവർക്ക് മനസ്സിലാവും ഇയാൾക്ക് അങ്ങോട്ട് കയറി പോകണം, അപ്പൊ എക്സ്ക്യൂസ് മീ എന്നുള്ളത്. ഓക്കെ, ഇനി അതുപോലെ ഒരു മാനേജറിന്റെ റൂമിലേക്ക് അയാൾ എന്തെങ്കിലും ഡിസ്കഷനിലേക്ക് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനായിട്ട് അങ്ങോട്ട് പോകണം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എക്സ്ക്യൂസ് മീ സർ, എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ടൊരു നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാനായിട്ട് പറ്റും. അപ്പൊ അത് നല്ലൊരു യൂസേജ് ആണ് എക്സ്ക്യൂസ് മീ എന്നുള്ളത്. ഓക്കെ, ഇവിടെ നമ്മുടെ മലയാള സിനിമയിലെ ജഗദീഷ് എന്ന് പറയുന്ന നടനാണ് എക്സ്ക്യൂസ് മീ എന്ന് പറയുന്ന വാക്ക് കുറെ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ അത് ഒരു തമാശയായിട്ട് പറഞ്ഞാണെങ്കിൽ അതിന്റെ യൂസേജ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. അടുത്താണ് പാർഡൺ. പാർഡൺ എന്ന് പറയുമ്പോൾ ഒരാൾ സംസാരിച്ചു, അപ്പൊ നമ്മൾ ഫോണിൽ ഒരാൾ പറഞ്ഞു നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ചോദിക്കാം പാർഡൺ മീ. പാർഡൺ മീ എന്ന് പറഞ്ഞാൽ എന്നോട് ക്ഷമിച്ചാൽ അർത്ഥം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഇത്തിരി ഉറക്കെ പറഞ്ഞാൽ പാർഡൺ മീ, ഐ ബെഗ് യുവർ പാർഡൺ. പാർഡൺ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് അയാളെ വിഷമിപ്പിക്കാതെ പറയുന്നതാണ് പാർഡൺ എന്ന് പറയുമ്പോൾ അയാൾക്ക് മനസ്സിലാവും നമ്മുടെ ശബ്ദം കുറവാണ്, കുറച്ച് ഉറക്കെ പറയണം എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇത് നമ്മളൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല, അപ്പൊ ടീച്ചറിനോട് ചോദിക്കുമ്പോൾ മനസ്സിലായില്ല എന്ന് പറയുന്നത് പാർഡൺ മീ സർ. അപ്പൊ ടീച്ചറിന് മനസ്സിലാവും, കുട്ടിക്ക് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അടുത്താണ് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു വേർഡാണ് പ്ലീസ്. നമുക്ക് എല്ലാവരും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം പ്ലീസ് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വാക്കാണ്. പ്ലീസ് ഹെൽപ്പ് മീ, എന്നെ സഹായിച്ചാലും. പ്ലീസ് ഗീവ് മീ എ പെൻ. അപ്പൊ പ്ലീസ്. ഓക്കെ, ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഞാനിത് പണ്ട് ഒരു കാര്യം, ഒരു കണ്ടക്ടർ എപ്പോഴും സ്റ്റോപ്പ് എത്തുമ്പോൾ ആളിങ്ങനെ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അതും ഒരു എക്സാമ്പിൾ ആണ് പ്ലീസ്. ഓക്കെ, അപ്പൊ അവിടെ സ്റ്റോപ്പ് എത്തുന്നതിന് വണ്ടി നിർത്തുന്നതിന് പകരം അദ്ദേഹം പറയുന്നതാണ് പ്ലീസ്. അപ്പൊ ഡ്രൈവറിന് മനസ്സിലാവും വണ്ടി നിർത്തുന്നത്. അപ്പൊ നമുക്ക് പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ് ഗീവ് മീ എ പെൻ, പ്ലീസ് ഗീവ് മീ കപ്പ് ഓഫ് വാട്ടർ, പ്ലീസ് ഗീവ് മീ സം മണി. ഇതൊക്കെ നമുക്ക് പ്ലീസ് ഉപയോഗിക്കാം. അടുത്താണ് സോറി. ഓക്കെ, അപ്പൊ നമ്മള് സോറി നമ്മളെ എവിടെ ഉപയോഗിക്കുന്നത്? ക്ഷമാപണമാണ്. അപ്പൊ നമ്മൾ അറിയാതെ ഒരാളെ ചവിട്ടി, അപ്പൊ നമ്മള് സോറി. അപ്പൊ ചവിട്ടിയിട്ട് എപ്പോഴും സോറി പറഞ്ഞാൽ മതി എന്നല്ല വിചാരിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത്. ഇറ്റ് ഷുഡ് കം ഫ്രം യുവർ മൈൻഡ്. സോറി. ഓക്കെ, ഐ എം എക്സ്ട്രീംലി സോറി, ഐ എം വെരി സോറി. നമ്മൾ എന്തെങ്കിലും അറിയാതെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർ ക്ഷമാപണം നടത്താനുള്ള നല്ലൊരു വാക്കാണ് സോറി എന്നുള്ളത്. ഓക്കെ, ഐ എം വെരി സോറി സർ, ഐ എം എക്സ്ട്രീംലി സോറി എന്നുള്ള രീതിയിൽ നമുക്ക്. അടുത്താണ് താങ്ക് യു. അത് അടുത്ത വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു വാക്കാണ്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിന്റെ പ്രത്യേകത, അവരെന്തിനും താങ്ക് യു പറയും. ഇപ്പൊ നമ്മളൊരു കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിച്ചാൽ നമ്മൾ എന്ത് ചിന്തിക്കും? നമ്മൾ പൈസ കൊടുത്തിട്ടാണ് സാധനം വാങ്ങിക്കുന്നത്, എന്തിനാണ് അയാളോട് താങ്ക് യു പറയുന്നത്? പക്ഷെ നമ്മൾ അയാളുടെ സർവീസിനൊരു അപ്രീഷിയേറ്റ് ചെയ്യണം. താങ്ക് യു വെരി മച്ച്, താങ്ക്സ് എ ലോട്ട്. ഓക്കെ, ഇറ്റ് ഷുഡ് കം ഫ്രം ദ ഹാർട്ട്. വീണ്ടും ഞാൻ പറയാണ്, നമ്മുടെ ആലങ്കാരികമായിട്ട് പറയാതെ നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി ജെസ്റ്റേഴ്സിൽ അത് മറ്റൊരാൾക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. അപ്പൊ അയാളെ നമുക്ക് ഹാപ്പി ആക്കാനായിട്ട് സാധിക്കും. അപ്പൊ തിരിച്ചും മിക്കവരും താങ്ക് യു പറയാറുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സർവീസ്. ഓക്കെ, ഇതാണ് താങ്ക് യുന്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത്. ഞാൻ അടുത്ത നോ മെൻഷൻ പ്ലീസ്. ഇപ്പൊ നമ്മളൊരാൾ നമ്മളോട് താങ്ക് യു പറഞ്ഞു, അതിന്റെ ഒരു ആവശ്യമില്ല എന്നുള്ളത് നമ്മൾ സാധാരണ നമ്മൾ പറയും വെൽക്കം, എപ്പോഴും അതിനെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഇത്രയും കൂടി നമ്മൾ ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ചില ആൾക്കാർ പറയും അതിന്റെ അങ്ങനെ ഒരു താങ്ക്സിന്റെ ആവശ്യമൊന്നുമില്ല. നോ മെൻഷൻ പ്ലീസ്, ഞാനത് എന്റെ ഒരു ഇത് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ, അങ്ങനെ താങ്ക്സിന് ആവശ്യമില്ല എന്ന് പറയുന്നതാണ് നോ മെൻഷൻ പ്ലീസ്. വിത്ത് ഗ്രേറ്റ് പ്ലഷർ. നമുക്ക് ഒരാളെ നമുക്ക് എന്തെങ്കിലും നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്തു,
അപ്പൊ അയാൾ പറഞ്ഞു നിങ്ങളുടെ സഹായത്തിന് നന്ദി. അപ്പൊ നമുക്ക് പറയാം ഗ്രേറ്റ് പ്രഷർ. അത് ഞാൻ വളരെ സന്തോഷത്തോടുകൂടിയാണ് നിങ്ങൾക്ക് സഹായം ചെയ്തു തന്നിട്ടുള്ളത്. ഐ എം റെഡി ടു. ഇപ്പൊ നമ്മൾ പറയാണ് ക്യാൻ യു പ്ലീസ് ഗിവ് മീ സം മണി വിത്ത് ഗ്രേറ്റ് പ്രഷർ, ഐ എം ഗിവിംഗ് യു ദ മണി. അപ്പൊ നിങ്ങളെ സഹായിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള ഇതാണ് നമ്മുടെ ഫോർമാലിറ്റീസ് ആൻഡ് മാനേഴ്സ്. ഇത് എവിടെയെങ്കിലും നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. എയർപോർട്ടിലോ, നമ്മുടെ സ്കൂളിലോ, കോളേജിലോ, ജോലി സ്ഥലത്തൊക്കെ നമ്മൾ സർവ്വസാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഫോർമാലിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ അന്വേഷിച്ചാൽ കിട്ടുന്നതായിരിക്കും. മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട്.